നമുക്കിനി ഒരു ബൈനോമിയൽ തന്ന് അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. നോക്കൂ, എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഇതൊരു ബൈനോമിയലാണ്. എക്സ് പ്ലസ് വൈ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഓൾ റൈസ് ടു 1 എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് പ്ലസ് വൈ തന്നെയാണ്. ഇനി എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ആണ് എന്ന് വിചാരിക്കും. എക്സ് പ്ലസ് വൈ സ്ക്വയർ, അതായത് ഈ പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് 2 പവറുള്ള കേസുകളിലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് 3x പ്ലസ് വൈൻ്റെ പവർ 3 ആയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇനി എക്സ് പ്ലസ് വൈ ഓൾ ക്യൂബ് അല്ലെങ്കിൽ 3 ആണ് പവർ വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, എക്സ് പ്ലസ് വൈ ഓൾ ക്യൂബ് ഇത് യഥാർത്ഥത്തിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ എന്നുള്ളതിൻ്റെ മറ്റൊരു വെർഷനാണ്. ഇനി ഇത് എങ്ങനെ ചെയ്യാം? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് എന്നാണ് ലഭിക്കുന്നത്. നോക്കൂ, എക്സ് പ്ലസ് വൈ ഓൾ ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് ലഭിക്കുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ബൈനോമിയലും ഇത് അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനുമാണെന്ന് പറയാം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പറയാം. ഒന്നാമത്, എത്രയാണോ എക്സ്പോണൻ്റ് ഉള്ളത് അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേംസിൻ്റെ കാര്യം. നോക്കൂ, എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ഇവിടെ 2 ടേംസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ്പോണൻ്റ് 2 ആണ്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന ടേംസ് എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ എക്സ്പോണൻ്റ് 3 ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 4 എണ്ണമാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എക്സ്പോണൻ്റ് എത്രയാണോ അതിലായിരിക്കും നമ്മുടെ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പോണൻ്റ് 2 ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ തുടങ്ങുന്നത് 2-ലാണ്. പിന്നീട് അത് കുറഞ്ഞു വരുന്നു. അത് 1 ആകുന്നു, 0 ആകുന്നു. ഇനി ഇവിടെ 3 ആണ് ഉള്ളത്. അത് ഇവിടെ എത്തുമ്പോൾ എന്താകുന്നു? 3 ആകുന്നു, 2 ആകുന്നു, 1 ആകുന്നു, 0 ആകുന്നു. ഇങ്ങനെ വരുന്നു. ഇനി മറ്റൊന്ന് നോക്കൂ, y എന്ന് പറയുന്ന ടേമിൻ്റെ അതിൻ്റെ എന്തായിരിക്കും? എക്സ്പോണൻ്റ് എത്രയാണോ അത് ആദ്യം 0 ആയിരിക്കും, പിന്നെ അത് കൂടിക്കൊണ്ട് വരുന്നു. ഇവിടെ എക്സ്പോണൻ്റ് 2 ആണ്. ആദ്യം നമുക്ക് വൈൻ്റെ എക്സ്പോണൻ്റ് 0 ആണ്. അത് പിന്നീട് 1 ആകുന്നു, 2 ആകുന്നു. ഇനി ഇവിടെ നോക്കൂ, അത് 0 ആണ്, 1 ആകുന്നു, 2 ആകുന്നു, 3 ആകുന്നു. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു കാര്യം. അപ്പോൾ നമുക്കൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ നമുക്ക് ഈ പറയുന്ന രീതിയിലാണ് എഴുതുന്നത്. ഇനി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ അതിൻ്റെ ഫോർമുല എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാനായി ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.